ഹായ് ഹലോ എല്ലാവർക്കും അഗീ സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് ഓരോരോ പരിപാടികൾ ചെയ്യാണ് കേട്ടോ. രാവിലെ ചെടി നനയ്ക്കുകയാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ചെടിയൊക്കെ ഒന്നും വെള്ളം കിട്ടത്തില്ല, അപ്പോൾ അതൊക്കെ നനച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാണ് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയുടെ പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. എല്ലാവരും എണീറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അമ്മ എണീറ്റ് അപ്പോൾ അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തു രാവിലെ. അത് കഴിഞ്ഞിട്ട് അച്ചു എണീറ്റപ്പോൾ അച്ഛനും ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും ഇതാ ഏട്ടനും അല്ലിക്കുട്ടനൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തിന് ഈ ചായൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ അല്ലിക്കുട്ടനും ഏട്ടനും കൂടെ ഇപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് അവിടെ അല്ലിക്കുട്ടൻ വീണ്ടും കുറേ നേരം കൂടെ കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ എണീച്ചാൽ എൻ്റെ കൂടെ എണീറ്റ് പോരലാണ് കേട്ടോ. അപ്പോൾ ഇനി അടുക്കള പരിപാടികളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാത്രമൊക്കെ ഇനി എടുത്ത് വയ്ക്കാനുണ്ട്, അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നിനി അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഇന്ന് കെട്ടൊക്കെ അഴിച്ച് നോക്കണം. ഇനി ചിലപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കാനുണ്ടാവും. അപ്പോൾ അവിടെ ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞു. പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഷോപ്പിൽ പോകാതെ ഭയങ്കര ബഹളം വെപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് ആശുപത്രി പോയി വന്നിട്ട് എന്തായാലും ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ബാക്കിൽ നിന്ന് അല്ലിക്കുട്ടന് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സലൈൻ ബോട്ടിലിട്ട് വെച്ചതാണ്. പിന്നെ കടലക്കറിക്കുള്ള കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പം കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ അത് അലക്കിയിട്ടു. തുണി അലക്കിയിടുന്നത് ഇപ്പോൾ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഉണങ്ങി കിട്ടുന്നില്ല. അലക്കുന്നേ ഉള്ളൂ, ഉണങ്ങി ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. നോക്കി നോക്കി നിൽക്കണം. എനിക്കാണെങ്കിൽ പറ്റാത്ത പരിപാടിയാണത്. ഞാൻ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ അത് ഓർത്ത് വരുമ്പോഴേക്കും രാത്രിയാവും. അപ്പോൾ വീണ്ടും മഴയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതവിടെ കിടന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് വീണ്ടും തുണി കൂടിയില്ലേ, അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മീനായിരുന്നു അത്. അപ്പോൾ അതൊന്ന് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അച്ചുതാ പോവാൻ റെഡി ആവുകയാണ്. അവൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞു. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടല്ലോ. ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ട് ഇനി ഇതാ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഏട്ടൻ ചെറുതായിട്ടൊക്കെ സഹായിക്കാൻ വന്നപ്പോഴേക്കും അല്ലിക്കുട്ടൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പിന്നെ പോയിട്ടാ. പിന്നെ ബാക്കി ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇനി കടലക്കറിയും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടന് പുട്ട് വലിയ താല്പര്യമില്ല, എന്നാലും ഒന്ന് പോകാനുള്ളതുകൊണ്ടും പെട്ടെന്നാവുന്നത് അതായതുകൊണ്ടും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറിയും ആകുമ്പം പരിപാടി വേഗം കഴിയുമല്ലോ. അപ്പോൾ അല്ലിക്കുട്ടനും അത് തന്നെയാണ്. അല്ലിക്കുട്ടന് പുട്ട് വലിയ താല്പര്യമില്ല, എന്നാലും ഇന്നിപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടലക്കറി വളരെ എളുപ്പത്തിൽ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സാധാരണ പോലെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ എൻ്റെ എല്ലാ കറികളിലും ചിക്കൻ മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. എന്നിട്ട് കടലയും കൂടി ഇട്ടിട്ട് കുക്കറിലൊരു 5-6 വിസിലടുപ്പിച്ചെടുക്കും. എന്നിട്ട് അത് വെന്ത് വരുമ്പോൾ അതിന് കുറച്ച് കടല എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൽ ചേർത്ത് അങ്ങനെയാണ് കേട്ടോ ഞാൻ കടലക്കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് അമ്മ വേഗം എന്താ പറയുക വിശന്നുകൊണ്ടാവും കേക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി. ഓരോ പണികളായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഒറ്റയ്ക്കാകുമ്പോൾ ഒന്നും അങ്ങനെ നടക്കില്ല. അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വേഗം പണിയൊക്കെ കഴിയും. ഒറ്റയ്ക്ക് പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇനി പുട്ട് ഉണ്ടാക്കണം. കടലക്കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഴുന്ന പാത്രങ്ങൾ ആ സമയത്ത് തന്നെ അങ്ങ് കഴുകിയൊക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലിക്കുട്ടൻ എന്താ ബ്രഷ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഏട്ടനുള്ളതുകൊണ്ട് ഇപ്പം കുറേ അവൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ നോക്കിക്കോളപ്പം ഒരു സുഖമാണ്. പിന്നെ അമ്മയ്ക്കൂടെ വയ്യാതായതുകൊണ്ട് മൊത്തം പണി എനിക്ക് എന്താ പറയുക അതിൽ നിന്നൊക്കെ ഏട്ടൻ ഒരു ചെറിയ റിലീഫ് തരുന്നുണ്ട്. ഒരുപാട് പണിയൊന്നും ഏട്ടനെ കൊണ്ട് എടുപ്പിക്കത്തില്ല കേട്ടോ, കാരണം അമ്മയും സമ്മതിക്കില്ല. പിന്നെ അതിന് വേണ്ടി പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളും. പിന്നെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഏട്ടൻ അതൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഏട്ടൻ അറിയുന്ന സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഏട്ടൻ അറിഞ്ഞ് തന്നെ ചെയ്തൊക്കെ തരും കേട്ടോ. അതൊരു സമാധാനമാണ്. അമ്മയുള്ളപ്പോൾ എനിക്ക് അസിസ്റ്റൻ്റ് പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അരിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പാത്രം കഴുകി കൊടുക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളെ എനിക്കുണ്ടാവുള്ളൂ. മെയിനായിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ അമ്മ അങ്ങ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഒരു അസിസ്റ്റൻ്റ് പണിയാകുമ്പോൾ വലിയ പണി ആയിട്ടില്ലല്ലോ. അപ്പം അമ്മ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകണത്. അപ്പോൾ ഇത് ആ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ സെറ്റാക്കിയിട്ട് ഒരുപാട് കടന്നാൽ പിന്നെ അതിലേക്ക് കൊണ്ടിട്ട് അത് ലാസ്റ്റ് വലിയ പണിയാണ്. അതുകൊണ്ട് പിന്നെ കിടക്കുന്ന അങ്ങ് കഴുകി അങ്ങ് വെച്ച്. കാരണം ഇനി പോകാനും ഇല്ലേ, വാരി വലിച്ചിട്ട് പോയാൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്കാകെ
ഭ്രാന്ത് പിടിക്കും. അപ്പോൾ എല്ലാവർക്കും വിശപ്പായ ഓരോന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി തിന്നാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിയായി. ഇനി പുട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പുട്ടായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാം. നമുക്കൊരു 2 കുറ്റി പുട്ടൊക്കെ ആയാൽ എല്ലാവർക്കും കൂടെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ. നീളമുള്ള പുട്ടും കുറ്റി ആയതുകൊണ്ട് അതിലൊരു 3-4 കഷ്ണം പുട്ട് പോകും കേട്ടോ. പക്ഷെ ഞാൻ വലിയ വലിയ കഷ്ണമാക്കിയിട്ടൊരു 2 കഷ്ണമൊക്കെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ഫസ്റ്റത്തെ സെറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയ്ക്കും കൊടുത്ത് ഏട്ടനും കൊടുത്തു കേട്ടോ. കാരണം രണ്ടാളും നല്ല വിശന്നിരിക്കുകയാണ്. സമയം ഒരു 10-10:30 ആയിട്ടുണ്ടാവും ഈ പുട്ട് കറിയൊക്കെ റെഡിയായി വന്നപ്പം. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത് ഏട്ടന് കൊടുത്തപ്പം തന്നെ അല്ലുക്കുട്ടനും കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലുക്കുട്ടനും ഞാൻ പുട്ട് കഴിക്കുമെന്ന് വിചാരിച്ചില്ല. അവന് കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഏട്ടൻ കൊടുത്തപ്പം അവനും കഴിക്കുന്നുണ്ട്. കസേരയൊക്കെ എടുത്തുകൊണ്ടിട്ടിരുന്ന് കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കലില്ല, പുട്ടിങ്ങനെ തരിതരി ആയതുകൊണ്ട് അവൻ എപ്പോഴും ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ കഴിക്കലില്ല. അപ്പോൾ ഇന്ന് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അത് തന്നെ മതിയെന്ന്, പിന്നെ ഇനി കുറുക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ പുട്ടായി. ഏട്ടന് അവിടെ ചായ റെഡിയാകുന്ന. ഞങ്ങൾ ഇപ്പോൾ പൊടി ചായയാണ് കേട്ടോ. രാവിലെ തന്നെ ഇതിപ്പോൾ 3ാമത്തെ ചായയാണേ. അമ്മ രാവിലെ എണീക്കും. അപ്പോൾ അമ്മയ്ക്ക് ആദ്യത്തെ ചായ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചു എണീറ്റ് വരുന്നത് ഒരു 9 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് വീണ്ടും അച്ചുന് ചായ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ 10 മണിക്ക് എണീറ്റ് വരുന്നത്. അപ്പോൾ അത് അടുത്ത ചായ. എനിക്ക് പിന്നെ ചായ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി കുളിച്ച് റെഡിയായി പോവണം. അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം കഴിച്ച് ഇനി അല്ലിക്കുട്ടനെ കുളിപ്പിക്കണം, പിന്നെ എനിക്ക് കുളിക്കണം, ഏട്ടനെ കുളിക്കണം, അമ്മേനെയൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അവിടെ പോയിട്ട് ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊന്നും അറിയില്ല. കാരണം ഇനി എക്സ്റേ എടുക്കാനുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അന്ന് പറഞ്ഞത് ഇന്ന് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ബാൻഡേഡ് ഇട്ട് തരാമെന്നൊക്കെയായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ വിളിച്ച് റെഡിയായി ഇതാ പോവാണ്. അപ്പോൾ അമ്മ ഇന്ന് പിടിക്കുകയൊന്നും വേണ്ട, അമ്മ തന്നെ നടന്നോളാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇച്ചിരി കുറവുണ്ട്, കുഴപ്പമില്ല, ഒരു മുറിവുണ്ട് അതിനകത്ത്, അതിൻ്റെ ഒരു പെയിനേ ഉള്ളൂ, അല്ലാതെ ബാക്കി കുഴപ്പമില്ല പറഞ്ഞു. എന്താ അറിയില്ല. അപ്പം കാലൊക്കെ ഇങ്ങനെ ഊന്നിയതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി അകത്ത് റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഒരു പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങാടിപ്പുറത്ത്. അപ്പോൾ വീണ്ടും മഴ പെയ്തപ്പോൾ തല്ലിക്കുട്ടൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ മഴയത്ത് കൈയൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്. ചെറിയ മഴയായിരുന്നുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മഴ കനത്ത് വന്നപ്പം അവനകത്ത് കയറി കേട്ടോ. അത് കഴിഞ്ഞ് എങ്ങനെയോ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 12:45 അവിടെ എത്തിയിട്ട് ഞങ്ങളെ ഫ്രണ്ടിലാണ് ഇറക്കിയത്. പക്ഷേ ഓർത്തോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആയതുകൊണ്ട് അവിടേക്ക് പിന്നെ അമ്മേനെ വീൽ ചെയറിൽ തന്നെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ പ്രൊസീജിയർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അമ്മേനെ വിളിച്ചു. ഇനി അത് കട്ട് ചെയ്തിട്ട് ഡോക്ടർ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഞങ്ങൾ വേറെ ഇനി പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതിനകത്ത് തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് തന്നു. പിന്നെ കാലിൽ ബാൻഡേഡ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ബാൻഡേഡ് ഞങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ മെഡിസിനൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോന്നു. ഫാർമസിയിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഏട്ടനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മസാലയിൽ വന്നു. മസാലയിലും ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഒരു 2-2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ നമ്മുടെ സ്ഥിരം പ്രോൺസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് പ്രോൺസ്. അത് ഇവിടുത്തെ പ്രോൺസ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു മീൽസിൻ്റെ ഒപ്പം വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്നാലും പിന്നെ ഒരു സൈഡിനായിട്ട് മേടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി അമ്മയ്ക്ക് ഷോപ്പിൽ പോകണം. പിന്നെ ഷോപ്പിലിറക്കിയിട്ട് ഞങ്ങൾക്കിനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മേനെ ഷോപ്പിലിറക്കി. ഇനി അല്ലിക്കുട്ടനെ പ്രീ സ്കൂളിൽ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂറോ കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രീ സ്കൂളുണ്ട്, അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി അതൊക്കെ അന്വേഷിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് കല്യാണിൽ വന്നു. അപ്പോൾ കല്യാണിൽ എനിക്ക് ഒരു ഹാഫ് സാരി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു മഞ്ഞയും പച്ചയും കളറ് കിട്ടുമോയെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഇവിടെ 1-2 ഉണ്ടായിരുന്നു മഞ്ഞയും പച്ചയും. ഞാൻ മഞ്ഞയും പച്ചയോ അല്ലെങ്കിൽ മഞ്ഞ മെറൂണോ ഈ ഒരു കളറായിരുന്നു തിരഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് മഞ്ഞയും പച്ചയും തന്നെ കിട്ടി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞയും പച്ചയും ധാവണി. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ധാവണി കൊടുത്തിട്ടില്ല കേട്ടോ. പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതിലെയൊക്കെ.
ഭാവണി ഞാൻ ഇന്നേ വരെ ഉടുത്തിട്ടില്ല. സാരി തന്നെ വളരെ കുറവാണ് ഉടുത്തത്. ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഒരുപാട് സാരി ഒന്നും ഉടുത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തടിയൊക്കെ വെച്ചപ്പോൾ പിന്നെ എനിക്ക് തന്നെ എന്തോ സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക ഒരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഒരു ഹാഫ് സാരി ഉടുക്കാൻ. അപ്പം ഗുരുവായൂരല്ലേ പോകുന്നത്, അപ്പോൾ കൃഷ്ണൻ്റെ അങ്ങടേക്ക് പോകുമ്പം ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് തിരഞ്ഞതായിരുന്നു. അപ്പം എന്തോ അധികം ഓടേണ്ടി വന്നില്ല, ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ. എനിക്കിഷ്ടമായി. രണ്ടെണ്ണമാണ് മഞ്ഞയും പച്ചയിലും ഉണ്ടായിരുന്നത്. രണ്ടും എനിക്ക് അവരൊന്ന് ട്രൈ ചെയ്ത് തന്നു. ഇങ്ങനെ എന്താ പറയുക ഒന്ന് സ്റ്റൈലൊക്കെ ചെയ്ത് തന്നു. ഇതിൽ ഞാൻ ഫസ്റ്റ് കണ്ടതാണ് കേട്ടോ എടുത്തത്. കാരണം ഇത് ഇങ്ങനെ ഒന്നുകൂടി എനിക്ക് തടിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു സെയിം മെറ്റീരിയൽ സിൽക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പടപടാന്നിരിക്കുക. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. മറ്റേത് ഷിഫോണും പിന്നെ ഇങ്ങനെ കുഴഞ്ഞ ടൈപ്പ് ബനാറസി സിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുമല്ലോ വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് അത് എന്നിട്ട് പിന്നെ എന്താ പറയുക ലൈനിങ്ങും എടുത്തു. പിന്നെ ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മെഷർമെൻറ്റൊക്കെ കൊടുത്ത് മെറ്റീരിയൽ അവരുടെ തന്നെ കൊടുത്തു. അപ്പോൾ ഇനി ഒരു 4-5 ദിവസം കൊണ്ട് എനിക്ക് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രീ ബാങ്കിൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഹന്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട്. എന്നോട് അവർ ഒരുപാട് പറഞ്ഞു ഇട്ടോന്ന്. പിന്നെ എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇത് പെരുന്നാൾ വരെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇടാം കേട്ടോ. പെരിന്തൽമണ്ണ കല്യാൺ സിൽക്കിലാണ്. പിന്നെ അവിടെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓഫർ 39 രൂപയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവിടെ പോയി സാധനമൊക്കെ മേടിച്ച് ഷോപ്പിൽ വന്നു. അച്ഛനെ എടുക്കാനുണ്ടായിരുന്നു. അച്ഛന് പനിയാണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് അപ്പോൾ അവനെ എടുത്ത് വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അല്ലുക്കുട്ടൻ ഭയങ്കര കരച്ചിൽ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ബിസ്കോഫിൻ്റെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കേക്ക് കേട്ടോ, ഒരു 1/2 kg പീസ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പീസ് എല്ലാവർക്കും കൂടെ വാങ്ങിച്ചു വരുമ്പോൾ വലിയ പൈസയാവും. അപ്പോൾ അതിനേക്കാൾ ഒരു 1/2 kg കേക്ക് മേടിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ലാവിഷായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് അച്ഛനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അച്ഛന് നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പനിയാണ് ഷോപ്പിൽ. പിന്നെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ ലീവൊന്നും ആർക്കും കിട്ടിയില്ല. ലാലു ലീവായിരുന്നു. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ അച്ചു വീട്ടിലേക്ക് പോന്നു ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ നമ്മുടെ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കടയിൽ പോയിട്ട് ചായയും പാൽ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഈ പാൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുമ്പും ഇത് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചില്ലേ. എന്തായാലും അവരതൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകുന്ന ഏട്ടൻ ഇനി എന്താ പറയുക ബാലുശ്ശേരി പോകാനുണ്ട് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇനി വീട്ടിൽ പോയി ചായ ഇട്ട് കുടിക്കാൻ സമയമില്ല പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. അമ്മയുടെ നല്ല റെസ്റ്റൊക്കെ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ അമ്മ ഒരു സമാധാനം ഇല്ലാതെ ഷോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഷോപ്പിൽ പോകാതിരിക്കുന്നത് തീരെ താല്പര്യമില്ല. അതിപ്പോൾ സീസണും കൂടെയൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടെ ഇരുന്നിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും കസ്റ്റമർ വരുമ്പോൾ അമ്മ കയറി അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ എനിക്കത് അവരിങ്ങനെ പാക്ക് ചെയ്തെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് കേക്ക് ഇതായിരുന്നു കേട്ടോ. കുട്ടി കേക്കായിരുന്നു, ബിസ്കോഫിൻ്റെ അടിപൊളി കേക്കായിരുന്നു. എനിക്കിഷ്ടമായേ. പക്ഷേ ഏട്ടനത് തീരെ ഇഷ്ടമായില്ല. അത് കഴിച്ചിട്ടൊരു മതി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ അധികമൊന്നും കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിട്ട് ഏട്ടൻ എന്താ പറയുക വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടാ. പിന്നെ അച്ഛനും അല്ലുക്കുട്ടനൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവർ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അധികമൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ആകെ രാവിലെ പോയതല്ലേ, അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇത് സ്റ്റക്കായി നിൽക്കുകയല്ല കേട്ടോ കേക്ക്, ഇതെന്ത് കേൾക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.